ഒരു മനുഷ്യനായാൽ പ്രതീക്ഷയും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും എത്തിപ്പെടാം. അതിനൊരുദാഹരണമാണ് കുളങ്ങാട്ടിൽ ആന്റണി ജോർജ് എന്ന AGKP. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ആന്റണി ജോർജ്, കരിമ്പ, പാലക്കാട്. ഞാന് കുറച്ചു കാലങ്ങളായിട്ട് ഒരു സിനിമയുടെ പിന്നാമ്പുറങ്ങൾ തേടി നടക്കുകയാണ്. അപ്പോൾ സിനിമയെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു 2022 മുതൽ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് രണ്ട് സിനിമയില് ചെറിയ ചതികളിലൊക്കെ പെട്ടു. എന്ത് കാര്യം എന്നെ ഏൽപ്പിച്ചാലും ഞാനത് മരണം വരെ, വിജയം കൈവരിക്കും വരെ ആത്മവിശ്വാസത്തോടുകൂടി ഒരു പരിശ്രമത്തിൽ അതിന്റെ പിന്നാലെ പോകും. അതാരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഇപ്പോ ഒരു 2 സിനിമയുടെ കഥയും തിരക്കഥയും അതിനു വേണ്ട ഗാനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സിനിമ, അതായത് ആനന്ദിന്റെ കുടുംബവിശേഷങ്ങൾ എന്ന സിനിമയുടെ 5 ഗാനങ്ങൾ, ഗാനരചനയും സംഗീതവും, ഒരു ഗാനം ഞാൻ ആലപിച്ചിട്ടുണ്ട്. ഓഡിയോ ലോഞ്ചിങ് നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ ബിബിൻ ജോർജ് വന്ന് ജൂൺ മാസത്തിൽ ചെയ്തിരുന്നു. അപ്പൊ മഴ മാറിയിട്ട് ഷൂട്ടൊക്കെ തുടങ്ങാമെന്നും പറഞ്ഞിരുന്നായിരുന്നു. അപ്പൊ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സും ഞാനും ആണ് യോജിച്ചു പോവാന്ന് വിചാരിച്ചത്. പക്ഷെ ചെറിയൊരു സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പുതിയ ഒരു ആളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഞാനിത് ഷൂട്ട് ആരംഭിക്കുന്നതായിരിക്കും. എന്റെ തൊഴിലെന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ്. അത്യാവശ്യം 10ഓളം ജോലികൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളൊരു ധാരണ എനിക്കില്ല. എന്നെ കൊണ്ട് എല്ലാം കഴിയില്ലായിരിക്കും. പക്ഷെ ഞാൻ ആ വിശ്വാസത്തിലാണ് പരിശ്രമിച്ച് പരിശീലനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. ഒരു മേശം പണിയായാലും, ഒരു ഡ്രൈവറുടെ പണിയായാലും, ഒരു കഥ എഴുത്തായാലും, ഒരു പെയിന്റിംഗ് ആയാലും, ഒരു കൃഷിപ്പണി ആയാലും, നിങ്ങൾ എന്ത് തന്നാലും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഞാൻ എൻ്റെ മക്കളോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു കലയായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്താന്ന് വെച്ചാൽ, ഞാനല്ല, കലയെ സപ്പോർട്ട് ചെയ്ത് ആരും മുന്നോട്ട് വരില്ല. ആരെങ്കിലും എന്തെങ്കിലും ആയി ഒന്ന് മുന്നോട്ട് വന്ന് കലയിലൂടെ ആ നാടിന് ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ, ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, എങ്ങനെ അവന്റെ മുകളിൽ റീത്ത് വെക്കാൻ പറ്റുമോ എന്നാണ് എല്ലാവരും ശ്രമിക്കുക. എന്നാൽ അതൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, ആ നാട്ടില് അയാളൊന്ന് ചെറുതായിട്ട് ഉയർച്ചയിലേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും എന്നുള്ള ഒരു കാര്യം മറന്നിട്ടാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയൊക്കെ മാറ്റി കലയെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്താൽ ആ നാടിനൊരു ഐശ്വര്യവും ഒരു പുരോഗതിയും കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ സിനിമാ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് ഏറെക്കുറെ 2 വർഷത്തോളമായി. ആ 2 വർഷത്തിനുള്ളിൽ ഒരു 10-20ഓളം ഗാനങ്ങൾ, ഗാനരചനയും സംഗീതവും ഞാൻ നിർവഹിച്ചു. അതൊക്കെ പുതുമുഖങ്ങൾക്ക് പാടാനുള്ള അവസരമാണ് ഞാൻ കൊടുക്കുന്നത്. 1-2 ഞാൻ പാടിയിട്ടുണ്ട്. ഗാനം പാടൽ അത്ര എനിക്ക് എളുപ്പമല്ല, ബാക്കിയെല്ലാം ചെയ്യും. അതുപോലെ തന്നെ 5-6 ടെലിഫിലിമുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കുഴപ്പങ്ങളൊന്നുമില്ലാതെ. ലോകത്തിൽ തന്നെ ഞാനല്ലാതെ ഒരു വ്യക്തി 2 വർഷത്തിനുള്ളിൽ സ്വന്തമായി കലയിലൂടെ കഥയും തിരക്കഥയും ഗാനങ്ങളും സംഗീതവും ആലാപനവും അഭിനയവും, അതോടൊപ്പം ഭാര്യയും കുട്ടികളെയും കൊണ്ടുവരിക. ഈ ഒരു വാക്കുണ്ടോ, ഭാര്യയും കുട്ടികളെയും കൊണ്ടുവരിക ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് കടന്നു വരും. നമ്മുടെ ഒരു പുരോഗതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പിന്നീട് അത് എന്റെ ഭാഗത്തുനിന്ന് ഒരു ഉപകാരമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തും. സ്കൂൾ പഠനത്തിന് ശേഷം തുടർന്ന് പഠിക്കുവാൻ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിനാൽ പോളിയോ ബാധിച്ച കാലിന്റെ വൈകല്യം കണക്ക് കൂട്ടാതെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എന്ത് ജോലിയും ചെയ്യുവാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ആന്റണി ജോർജിന്റെ മനസ്സും ശരീരം. ഹോട്ടൽ പണി, പെയിന്റിംഗ്, കാറ്ററിംഗ്, ലോട്ടറി, മീൻ കച്ചവടം, കൃഷിപ്പണികൾ, മരംമുറി, ടാപ്പിംഗ്, ഡ്രൈവിംഗ്, ക്വാറിപ്പണി, എല്ലാ മേഖലകളിലും കൈവച്ചു. അതിന്റെ ഇടയിൽ കൂടെ തന്നെ ഒരു ചിട്ടിയും നടത്തിയിരുന്നു. അതായിരുന്നു ആന്റണിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ചിട്ടിയിൽ അമ്പേ പരാജയമായിരുന്നു. സ്വന്തം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നു. കേരളത്തിലെ പല പല ഹോട്ടലുകളിൽ പണിയെടുത്തുകൊണ്ടാണ് ആന്റണിയുടെ ജീവിതം മുന്നോട്ട് പോയത്. ആ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ പോളിയോ ബാധിച്ച കാലിൽ അപ്രതീക്ഷിതമായി വന്ന ആക്സിഡന്റിലൂടെ വീണ്ടും ആന്റണിയെ തിരിച്ച് അവന്റെ ഭവനത്തിലേക്ക് ദൈവം എത്തിച്ചു. ആ ആക്സിഡന്റ് അയാളുടെ ഒരു പുനർജന്മമായിരുന്നു. 2005 ജീവിത സഖിയായി അട്ടപ്പാടിക്കാരിയായ ജോബിയെ ഭാര്യയായി സ്വീകരിച്ചു. ഭാര്യയായി ജോബി വന്നതോടെ എല്ലാം മാറി പറഞ്ഞു. എന്തിനും കൂട്ടായി ഉണ്ടാകും. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അവനവന്റെ
കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആന്റണിയും അതിലൊരു പരീക്ഷണം നടത്തി നോക്കി. 2022 അഭിനയ മോഹത്തിന്റെ നാമ്പുകൾ മുളയ്ക്കുന്നത്. അതിനുള്ള കാരണം വ്യാജ സിനിമക്കാർ വീട്ടിൽ വന്ന് അയാളെ അവരുടെ സിനിമയിൽ അഭിനയിപ്പിക്കുവാൻ മോഹം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതൊരു കബളിപ്പിക്കലാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴേക്കും സാമ്പത്തികപരമായി കുറച്ച് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അന്ന് ആന്റണി സ്ഥലക്കച്ചവട മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. എന്റെ കാഴ്ചപ്പാടിൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന സ്വഭാവ പ്രകൃതമാണ് ആന്റണിയുടേത്. അവിടുന്ന് സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുകയും അതോടൊപ്പം സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയുടെ മേഖലകൾ മനസ്സിലാക്കിക്കൊണ്ട് സിനിമാ ജീവിതം ആരംഭിച്ചു. അങ്ങോട്ട് നോക്കി എന്താ ലുക്ക്. അതൊന്നും വകവയ്ക്കാതെയാണ് അയാളുടെ ഭാര്യയെയും മക്കളെയും അഭിനയ രംഗത്തേക്ക് എത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഭാര്യ ജോബി ആന്റണിയുടെ മക്കളായ അലക്സ് ആന്റണി, അൽഫോൺസ് ആന്റണി, അമല ആന്റണി, അൽന ആന്റണി എന്നിവരുടെ പിന്തുണയുമാണ് ആന്റണി ജോർജിന്റെ വിജയത്തിന്. ജീവിതത്തിൽ മികച്ച ഒരു സിനിമ ചെയ്യണം എന്നതാണ് ആന്റണി ജോർജിന്റെ ജീവിതാഭിലാഷം. പക്ഷെ പുതുമുഖങ്ങൾക്ക് പല പരീക്ഷണങ്ങളെയും നേരിടേണ്ട അവസ്ഥയാണ്. 10ലധികം ആൽബം സോങ്ങുകൾ, 15ഓളം ഗാനങ്ങൾ, 4ഓളം ടെലിഫിലിമുകൾ എന്നിവയും ചെയ്തിട്ടുണ്ട്. കള്ള് ഷാപ്പ് ആൽബം ഷൂട്ടിംഗ് ചെയ്യുവാനുള്ള പുറപ്പാടിലാണ്. നല്ല ശബ്ദവും ഏത് ഡയലോഗും നന്നായി അവതരിപ്പിക്കുവാനുള്ള കഴിവും ആന്റണി ജോർജിനുണ്ട്. കലയെ പറ്റി പറയുകയാണെങ്കിൽ 2 വർഷം മുന്നേ ഒരു മൈക്ക് പിടിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെയെന്നറിയില്ല, ഒരു ചതിയിലൂടെയാണ് ഞാൻ കലയിലേക്ക് എത്തുന്നത്. അപ്പൊ എന്റെ മുന്നില് എന്ത് കേസ് ആരേൽപ്പിച്ചാലും അത് മരണം വരെ ഞാൻ അതിനെ പിന്തുടരും. വിജയം കൈവരിക്കും വരെ അതിന്റെ പിന്നാലെ ഉണ്ടാവും. ജയിച്ചോ തോറ്റോന്നോ എന്റെ പ്രശ്നമല്ല. അങ്ങനെ കലയിൽ വന്നു. അപ്പൊ ചതിയാണ്, കുറച്ച് പൈസ പോയി. അതിനെ രക്ഷിക്കാൻ വേറൊരു കൂട്ടർ വന്നു, അതിലും പോയി. ഒക്കെ ഞാൻ മൗനമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞ രീതിയിലെ കലയും കൊണ്ട് തന്നെ എന്നെ കൊണ്ട് കഴിയുമെന്ന് നോക്കി കഥ എഴുതി, തിരക്കഥ എഴുതി, സംഭാഷണം, സംവിധാനം, ഗാനരചന, സംഗീതം, ചെറുതായിട്ടൊക്കെ പാടും. അതോടൊപ്പം തന്നെ എന്റെ ഭാര്യയും മക്കളെയും ഞാൻ അതിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ എന്നെ നേരത്തെ ആട്ടിപ്പായച്ചവരും തെറി പറഞ്ഞവരൊക്കെ അവര് നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തവരൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് മനസ്സ് വിചാരിച്ച് നമ്മളൊരു ആത്മവിശ്വാസത്തോടെ ഇറങ്ങി ഒരു പരിശ്രമിച്ച് പരിശീലനം കൂടി ആയി കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. എന്നെയല്ല, ആർക്കും സാധിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് കലയല്ല എല്ലാം അവിടെ എത്താൻ കഴിയും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ശാസ്ത്രജ്ഞന്മാരെ എത്ര പ്രാവശ്യം മിസൈലൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടാണ് വിജയിക്കണേ, അല്ലെ? ഇപ്പൊ ഡ്രൈവിങ് നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് പരിശ്രമിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ. ആത്മവിശ്വാസം കിട്ടും. അത് കഴിഞ്ഞാൽ അത് പരിശീലനം എത്തിയാലേ അത് എന്ന് പറഞ്ഞ പോലെ ആർക്കും കഴിയും. അത്രേ ഉള്ളൂ. അപ്പോ ചതിയിലൂടെയാണ് ഞാൻ കലയിലേക്ക് വന്ന് ആ കല ഇന്ന് ഞാൻ കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ അർപ്പിക്കുകയാണ്. എന്നെ വേണ്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ വരും. എന്തെങ്കിലും ആയാൽ നിങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കിട്ടും, എന്റെ കയ്യിൽ നിന്ന് കിട്ടും. പക്ഷെ ഇന്നത്തെ സിനിമാ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. 5ലധികം കഥയും തിരക്കഥയും സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിലും പലരും പുതുമുഖങ്ങളെ പരീക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നതും പല വ്യാജന്മാരും ഫീൽഡിലുള്ളതും കഴിവുള്ള പ്രതിഭകൾക്ക് പ്രയാസമായി മാറുകയാണ്. ഒരിക്കൽ സിനിമാ മേഖലയിൽ കടന്നു വന്നപ്പോൾ ആന്റണിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവർ ഇന്ന് ആന്റണിയെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പരിപാടികളിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. പിതാവായ ആന്റണി ജോർജിനെ കുറിച്ച് മക്കൾക്ക് നല്ല അഭിപ്രായം മാത്രം. പപ്പ അത് ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോ വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഓരോന്ന് ചെയ്യുമ്പോ അതിലോട് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ വന്നിപ്പോ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാൻ. എനിക്കിതേപോലെ തന്നെ താല്പര്യം ഇല്ലായിരുന്നു. അപ്പം കുറെ പറഞ്ഞ് നിർബന്ധിച്ചാണ് പിന്നെ ഇഷ്ടം തോന്നി നമ്മൾ ചെയ്യല്ലോ. അതെ, ഇങ്ങനെ ചെയ്യുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ഇപ്പൊ നല്ല സന്തോഷമാണ് ഇങ്ങനെ ചെയ്യുന്നതില്. ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക്കായി എല്ലാത്തിനോടും താല്പര്യമായി. എഡിറ്റിംഗ് അറിയുന്നുണ്ട്, അതൊരു ഗുണമായി തോന്നുന്നുണ്ട്. അങ്ങനെ ഭാര്യ ജോബി ആന്റണി കട്ട സപ്പോർട്ടായി കൂടെയുണ്ട്. എന്താഗ്രഹിച്ചാലും അത് നിറവേറ്റുവാനുള്ള പരിശ്രമം ആന്റണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഭാര്യ ജോബി ആന്റണി. ഞാന് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മൂപ്പര് ഹോട്ടലിലൊക്കെ പണിക്ക് പോയിരുന്നു. പിന്നെ അവിടുന്ന് ഹോട്ടൽ പണി, പിന്നെ കല്യാണം വെപ്പ്, അത് കഴിഞ്ഞ് പിന്നെ ലോട്ടറി കച്ചവടം, അങ്ങനെ പലതരം പണികൾ ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് തന്നെ ഈ വീടിന് അവനവന്റെ വീട്ടിലുള്ള സിമെന്റ് പണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതിലൊന്നും കൂലി നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനുള്ള വകയില്ലാതുണ്ടായിട്ടാണ് ആള് ഈ സ്ഥലക്കച്ചവടമായിട്ട് ഇറങ്ങിയത്. അതിൽ നിന്ന് അങ്ങനെ സ്ഥലക്കച്ചവടമായിട്ട് നിൽക്കുന്ന സമയത്താണ് സിനിമയുടെ കാര്യവും പറഞ്ഞ് 2 ആൾക്കാർ ഇവിടെ വന്നത്. അങ്ങനെയാണ് എത്തിപ്പെട്ടത്.
ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ തരണം ചെയ്യുകയാണ് തന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയത് ദൈവാനുഗ്രഹമായും ജീവിതത്തിൽ തന്റെ ഉയർച്ചയ്ക്കുള്ള കാരണമായും ആന്റണി വിശ്വസിക്കുന്നു. ആനന്ദിന്റെ കുടുംബവിശേഷങ്ങൾ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിക്കുന്നത് ആന്റണി ജോർജ് തന്നെയാണ്. ഇതിലെ ആനന്ദായി വേഷമിടുന്നതും ആന്റണി ജോർജ് തന്നെയാണ്. ആനന്ദിന്റെ കുടുംബവിശേഷം എന്ന സിനിമയുടെ ഗാനങ്ങളുടെ ഓഡിയോ ലോഞ്ചിംഗ് പ്രശസ്ത സിനിമാ നടൻ ബിബിൻ ജോർജ് നിർവഹിച്ചു. ആ സിനിമയിലെ 5 ഗാനങ്ങളുടെ ഗാനരചനയും സംഗീതവും നിർവഹിച്ചത് ആന്റണി ജോർജ് തന്നെയാണ്. അധികം വൈകാതെ ഷൂട്ടിംഗ് തുടങ്ങുവാനാണ് തീരുമാനം. ഈ സിനിമ ഷൂട്ടിംഗ് കഴിയുന്നതോടെ തിയേറ്ററുകൾ ഏറ്റെടുക്കും എന്നാണ് വിശ്വാസം. ഈ സിനിമ തിരശ്ശീലയിൽ എത്തുന്നതോടെ ആന്റണിയുടെ ജീവിതം മാറി മറിയും എന്നതിൽ തർക്കമില്ല. പക്ഷെ ചില കടമ്പകൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആദ്യ സിനിമയിലുണ്ടായ ചതിയോർത്തുകൊണ്ട് എല്ലാവരെയും കണ്ണടിച്ച് വിശ്വസിക്കുവാൻ ആന്റണിക്ക് കഴിയുന്നില്ല. എന്തായാലും ആന്റണിയെ മാറ്റി നിർത്തിയവർ ഇന്ന് ആന്റണിയുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥതയും വിശ്വാസവും അധ്വാനിക്കുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും തോൽവി ഉണ്ടാവുകയില്ല. തനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിനെ ദൃഢപ്പെടുത്തിയാൽ പിന്നെ ഒന്നും നോക്കേണ്ട. കാരണം 23 വർഷമായി സിനിമ കാണാത്ത ആന്റണിയാണ് 2 വർഷം കൊണ്ട് തന്നിലെ അഭിനയ മികവ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആന്റണിയും അമ്മയും ഭാര്യയും 4 മക്കളും അടങ്ങുന്ന ഈ കലാകുടുംബം ഏറെ പ്രതീക്ഷയിലാണ്. എന്താണ് ആ സിനിമയുടെ വിശേഷം ഒന്ന് പറയാം? സിനിമയുടെ വിശേഷം അതൊരു പ്രവാസിയുടെ കഥയാണ്. പ്രവാസി ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കുടുംബങ്ങൾക്കൊക്കെ നോക്കുക. അപ്പൊ ചെറുതായിട്ട് പണം കൊണ്ട് മാത്രം എല്ലാം തികയില്ല. അവിടെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ സ്വകാര്യതകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഉള്ള ഒരു പാളിച്ചകൾ വരുമ്പോൾ കുടുംബം തകർന്നു പോകും. ആ കുടുംബത്തെ വീണ്ടും എങ്ങനെ നന്നാക്കി കൊണ്ടുവരാം എന്നുള്ള നല്ലൊരു മെസ്സേജ് കേരള ജനതയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കഥ എഴുതിയിരിക്കുന്നതും അതിന്റെ പാട്ടുകളും അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഓഡിയോ ലോഞ്ചിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. എത്ര തിരക്കഥകൾ കയ്യിലുണ്ട്? ഇപ്പോൾ ഒരു 5ഓളം സിനിമ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 2 സിനിമയുടെ പൂർണ്ണ രൂപം, കഥയും തിരക്കഥയും അതിന് വേണ്ട പാട്ടുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒന്നായി കഴിഞ്ഞാലല്ലേ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സമയം കിട്ടണ്ടേ. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മള് പടവിന്റെ പണി, വീട്ടിലാണെങ്കിലും കൃഷിപ്പണികള്, ഡ്രൈവിങ്, അങ്ങനെ ഒരുപാട് മേഖലകൾ, പെയിന്റിങ്, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. 10ഓളം ഗാനങ്ങൾ, ഒരു കുക്ക്, പൊറോട്ട, അങ്ങനെ ബിരിയാണി, ഏത് സംഭവം നമ്മൾ വെക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഈ ഒരു 5 സിനിമയുടെ 2 ഓൾറെഡി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 1 അടുത്ത് തന്നെ ഷൂട്ടിംഗ്, ബിബിൻ ജോർജ് ഒക്കെ വന്ന് ഓഡിയോ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞു പോയി. അതിന്റെ പറഞ്ഞ ടൈം, ആൾക്കാരോട് പറഞ്ഞ ടൈം എന്റെ സമയം കഴിഞ്ഞു. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് ഒരു ആദ്യം വന്ന മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ വലിയ നടന്മാരുടെ ഇടയിൽ ഒരു ഞാഞ്ഞൂലായിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ ഷൂട്ട് ഇപ്പം നല്ല നാളെ നമുക്ക് തീർക്കാം. പക്ഷെ അത് പടം തിയേറ്ററിൽ എങ്ങനെ വരണം അതിനെപ്പറ്റി പഠിച്ചിട്ട് ഞാൻ അടുത്ത് വൈകാതെ നല്ല ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഷൂട്ടിംഗ് ആരംഭിക്കും. ആൽബം സോങ് എന്ന് പറഞ്ഞാൽ ഒരു 10-12 ചെയ്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നോക്കി ആ തേന്, അന്നാങ്കുഞ്ഞ്, കുയില് എന്നൊക്കെ പേരിട്ടിട്ടാണ് ഞാൻ ആൽബം സോങ്ങുകൾ ചെയ്തത്.